നമ്മൾ സാധന ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകുമ്പം നാച്ചുറലായിട്ട് DMT എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും ബ്രെയിനിനുള്ളിൽ എന്ന് റിസർച്ചേഴ്സ് പറയുന്നു. ഇപ്പോഴത്തെ റിസർച്ചേഴ്സ് പറയുന്നു നാച്ചുറലായിട്ട് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് അൺനാച്ചുറലായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസും ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് കാണാനും അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ ഏത് സാധന ചെയ്ത് പ്രോപ്പറായിട്ട് പോയാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരും. അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ടത് ഏതാ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതേ സമയത്ത് ഈ അൺനാച്ചുറലായിട്ടുള്ള സൈക്കഡെലിക്സിൻ്റെ യൂസേജ് കൊണ്ടിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ലെവല് ഒരു പരിധിക്ക് മേളിൽ പോയാൽ DMT അൺനാച്ചുറലായിട്ട് ഉപയോഗിക്കും. ഇത് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഗൈഡൻസിനല്ല ചെയ്യുന്നെങ്കിൽ വളരെ ട്രഡീഷണലായിട്ട് ആ ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ സിന്തറ്റിക്കലായിട്ടുള്ള സൈക്കഡെലിക്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ അയവാസ്ക പോലുള്ള സെറമണീസിൽ പോകുമ്പോൾ കിട്ടുന്ന സൈക്കഡെലിക്സ് അതിൻ്റെ നൂറ്റാണ്ടുകളായിട്ട് പല അതിൻ്റെ പാരമ്പര്യത്തിൽ പോകുന്ന ഗുരുക്കന്മാരിൽ നിന്നുമല്ലാതെ എടുത്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കെട്ടിറങ്ങിപ്പോയി കഴിയുമ്പോൾ ഇതിൻ്റെ രീതി പോയി കഴിയുമ്പോൾ ഒരു കിളി പോയ അവസ്ഥയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ബോഡി നന്നാക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോകാമെന്ന് വെച്ചോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും സർട്ടിഫൈഡും കൂടി ആയിട്ടുള്ള ഒരു ട്രെയിനർ നടത്തുന്ന ജിമ്മിൽ പോകുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം ഏതൊക്കെ ഫുഡ് കഴിക്കണം, ഇയാൾക്ക് അയാളുടെ ശരീരം കണ്ടാൽ അറിയാം ഇയാൾക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ ഇയാൾ റെഡിയാവും എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചെന്ന ദിവസം തന്നെ നമുക്ക് 50 കിലോ ഒന്നും എടുത്ത് പൊക്കാൻ പറ്റില്ല. അവരത് കൃത്യമായിട്ട് ആശാൻ പറയുന്നത് പോലെ കേട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് ആ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നോർമലായിരിക്കും, നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഹാംഫുൾ ആവില്ല, അത് ബുദ്ധിമുട്ടേ ഉണ്ടാക്കില്ല. അതേ സമയത്ത് ഒരു 10-21 ദിവസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെ 3 മാസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ടോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ വന്നൊരു ജിം തുടങ്ങിയിട്ട് അയാളുടെ ഇഷ്ടത്തിനും അയാളുടെ കപോലകൽപ്പിതങ്ങളായിട്ടുള്ള അയാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ആയത്, ചിലപ്പോൾ പൈസയുടെ ആവശ്യം കൊണ്ടായിരിക്കും. എന്നാലും എങ്ങനെയായാലും അയാളുടെ കപോലകൽപ്പിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു, നിങ്ങൾ ഇന്ന പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചോ, അത് ഉപയോഗിച്ചോ, ഇത് ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചെയ്താൽ അതിൻ്റെ നഷ്ടം, ആ ഒരു കിളിപോയ അവസ്ഥ അവനവും തന്നെ അനുഭവിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാമോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ കാണുന്ന ഗുരു എന്ന ഗുകാരത്തിന് പകരം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടാകുന്ന ജീവിതത്തിലേക്ക് മായയാൽ, കർമ്മഫലത്താൽ, അറിവില്ലായ്മയാൽ അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശുന്നതാരോ അതാണ് ഗുരു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇത് കുകാരമാണ്, ഗുരുവിന് പകരം കൂവാണ്, കുകാരം. കുറേ കുരുക്കന്മാർ കാരണം ഒരുപാട് പേരുടെ ജീവിതം വാസ്തവത്തിൽ സൈക്യാട്രിക് മരുന്നുകൾ എടുക്കേണ്ട ലെവലിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസയും കൊണ്ടുവന്ന് കളഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറ്റി മാനവും പോയി, ആരോഗ്യവും പോയി, കുറേ അന്ധതകളും പഠിച്ചു വെച്ച് യൂണിവേഴ്സ് അത് ഇത് വന്നിട്ട് പ്രപഞ്ചമാണെല്ലാം, പ്രപഞ്ചാതീതമായ ഒരു ശക്തിയുമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം യൂണിവേഴ്സ് എന്തോ പറയാൻ വെമ്പുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പക്ക സൈക്കാട്രിക് പേഷ്യൻറ്റിനെ പോലെയാണ്. വാസ്തവത്തിൽ എല്ലാം, ഈച്ച് ആൻഡ് എവരിത്തിങ് എല്ലാം യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഈശ്വരാംശമല്ലാത്ത ഒന്നുമില്ല ഇവിടെ. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈശ്വരൻ അല്ലാത്തതൊന്നുമില്ല, യൂണിവേഴ്സ് അല്ലാത്തതൊന്നുമില്ല, യൂണിവേഴ്സൽ പവർ ഇല്ലാത്ത ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് യൂണിവേഴ്സ് ഉള്ളത്, പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് പറയുന്നതെന്നല്ല. ഒബ്സർവേഷൻ സ്കില്ല് കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഇൻഫറൻസ് കറക്റ്റ് ആയിരിക്കും, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈശ്വരനെ കാണുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ രീതിയിൽ നാച്ചുറലായിട്ടുള്ള, ഇപ്പം റിസർച്ചേഴ്സ് പറയുന്ന ഈ DMT എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരും. ചിലപ്പോൾ അവർ മാറ്റി പറഞ്ഞേക്കാം, നാളെ ചിലപ്പം പുതിയ സാധനങ്ങൾ ബ്രെയിനിനുള്ളിൽ നിന്ന് കണ്ടുപിടിച്ചേക്കാം. എന്ത് തന്നെ ആയാലും നാച്ചുറലായിട്ടുള്ളൊരു പാത്തിലൂടെ സത്യസന്ധമായ രീതിയിൽ ഈശ്വരനെ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ വളഞ്ഞ വഴികളൊന്നും പിടിക്കാതെ റിയാലിറ്റിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, സത്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഷോർട്ട് കട്ടുകളില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗുരു ആവശ്യമാണ്, ഒരു ട്രെയിനർ ആവശ്യമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ആ വിഷയത്തിലൂടെ സഞ്ചരിച്ചവരാണ്. ഭാരതീയമായിട്ടുള്ള ഏത് വിദ്യ പഠിക്കണമെങ്കിലും
അത് വേദമായിക്കോട്ടെ, വൈദികമായിക്കോട്ടെ, താന്ത്രികമായിക്കോട്ടെ, തന്ത്രശാസ്ത്രത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ദക്ഷിണാചാരമായിക്കോട്ടെ, വാമാചാരമായിക്കോട്ടെ, ഇതിൻ്റെ കോമ്പിനേഷനുകളിൽ വരുന്ന സമയാചാരമായിക്കോട്ടെ, മിശ്രാചാരമായിക്കോട്ടെ, കവളാചാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ദക്ഷിണാചാരത്തിൽ വരുന്ന വീരസാധനങ്ങളായിക്കോട്ടെ, ശൈവ സമ്പ്രദായത്തിൽ വരുന്ന ഭൈരവ വീരസാധനയിൽപ്പെടുന്ന മറ്റു പല ആരാധനകളായിക്കോട്ടെ, എന്തിനും ഒരു സാമ്പ്രദായിക ഗുരു, നമുക്ക് മുന്നേ പോയവരുടെ അനുഗ്രഹവും ഇതും ഉണ്ടായിരിക്കണം. അപ്പോൾ ഗുരുവിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം, ഒരു നല്ല ഗുരു എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തിട്ട്, തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ബൈബിളുകളായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം.